എന്തുകൊണ്ടാണ് നാം നോ പറയാൻ മടിക്കുന്നത്? പലപ്പോഴും കൊച്ചിലെ മുതലുള്ള നമ്മുടെ ഒരു ശീലമാണ്, നല്ല കുട്ടികളാണ് എന്തു പറഞ്ഞാലും അനുസരിക്കും, അനുസരിക്കാത്ത കുട്ടികൾ നല്ല കുട്ടികളല്ല എന്നുള്ളത് നമ്മുടെ ബ്രെയിനിലേക്ക് കയറിയിരിക്കുന്ന ഒരു തോട്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും, നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണെങ്കിൽ പോലും, നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും നമ്മൾ നോ പറയാൻ മടിക്കുകയും നമ്മൾ മനസ്സോടെ അത് ചെയ്യുന്നതായിട്ട് ഇടവരും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ തൊട്ട് പറയുന്ന ആ ഒരു ചിന്ത നമ്മൾ മാറ്റേണ്ടതാണ്. നമ്മൾ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് വേണ്ടായിട്ടുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ പറയാനായിട്ട് ഇടവരണം. പിന്നെ നോ പറയാനായിട്ട് നമ്മൾ മടി കഴിക്കുന്ന വേറൊരു കാര്യം, ഞാൻ നോ പറഞ്ഞത് കൊണ്ട് മറ്റേ ആൾ അൺകംഫർട്ടബിൾ ആവുമോ, അല്ലെങ്കിൽ മറ്റേ ആൾ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള റിജക്ഷൻ സെൻസിറ്റിവിറ്റി കാരണം. അങ്ങനെ സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ, നമ്മുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും അത് മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്വന്തം ഫീലിങ്സിനെ നിങ്ങൾ അടിച്ചമർത്താനായിട്ട് പാടില്ല. അതേപോലെ നമ്മൾ ഒരു നോ പറയുമ്പോൾ മറ്റേ ആൾ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു, നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു എങ്കിൽ ആ വ്യക്തിയുടെ അടുത്താണ് ശരിക്കും നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത്. ആ വ്യക്തിയാണ് ശരിക്കും നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റിയും നിങ്ങൾ കാണിക്കുക. താങ്ക് യു.